പമ്പ നിലയ്ക്കൽ സർവീസിനിടെ KSRTC ലോ ഫ്ലോർ ബസ് കത്തിയ സംഭവത്തിൽ 4 ജീവനക്കാർക്കെതിരെ നടപടി. ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തുവെന്ന് KSRTC ഹൈക്കോടതിയെ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ ഉമേഷ് നൽകും. ഉമേഷ്, ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമെന്ന് നേരത്തെ തന്നെ KSRTC ഹൈക്കോടതിയെ വ്യക്തമാക്കിയിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അനന്യ, ഇതിന്റെ തുടർ നടപടികളെ കുറിച്ചാണ് KSRTC ഇപ്പോൾ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം 4 ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തു എന്നാണ് KSRTC ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത്. ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ എന്ന് KSRTC അറിയിച്ചിട്ടുണ്ട്. ഒപ്പം സൂപ്പർവൈസർ, ഡിപ്പോ എഞ്ചിനീയർ എന്നിവർക്കെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടി എടുത്തു എന്നും കോടതിയെ അറിയിച്ചു. അപകടത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നും KSRTC ഇന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഇക്കഴിഞ്ഞ 17-ാം തീയതി ഞായറാഴ്ച പുലർച്ചെയാണ് ഈ പമ്പയിൽ നിന്നും നിലയ്ക്കലിലേക്ക് പോയ KSRTC ലോ ഫ്ലോർ ബസ് കത്തി നശിച്ചത്. അതിൽ യാത്രക്കാരുണ്ടായിരുന്നില്ല. ഇതിലുണ്ടായിരുന്ന 2 ജീവനക്കാർ ഉടൻ തന്നെ പുറത്തിറങ്ങുകയായിരുന്നു. അത് ഉമേഷ്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തുവെന്ന് KSRTC ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല മറ്റെന്തെങ്കിലും നടപടികൾ KSRTC എടുത്തിട്ടുണ്ടോ? നിലവിലെടുത്ത നടപടികളെ കുറിച്ചാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇവരെ സസ്പെൻഡ് ചെയ്തു. ഇത് വിശദമായ അന്വേഷണത്തിൽ ഇരിക്കുകയാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിന്റെ പ്രാഥമിക ഘട്ടം എന്നുള്ള നിലയിലാണ് അന്വേഷണ വിധേയമായ 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും മറ്റു 2 പേരെ അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട്. ഇത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ കേസുകൾ പരിഗണിക്കുന്ന വേളയിലാണ് ദേവസ്വം ബെഞ്ചിന് മുമ്പാകെ KSRTC ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.